ഫ്രണ്ട്സ്, ഏവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ജാസ്മിനെ കുറിച്ചാണ്. കുറ്റമൊന്നുമല്ല കേട്ടോ, ഒരു ചെറിയൊരു തമാശ പോലെയാണ് പറയുന്നത്. വേറെ നല്ല ഒരു ടാസ്കിന്റെ ഭാഗമായിട്ട് ജിൻഡോ ജാസ്മിന്റെ പേര് പറയും. അപ്പം ജാസ്മിൻ കുറച്ച് പോസ്റ്റുകളൊക്കെ കാണിക്കുന്നുണ്ട്. പോസ്റ്റുകൾ നല്ല മുഖം കൊണ്ടൊക്കെ ഞങ്ങളുടെ ഭാഷ കേട്ടോ, പോസ്റ്റുകൾ ഇനി തെറ്റിയിരിക്കും. അതിനുശേഷം ജിൻഡോക്കൊക്കെ ഇവിടെ വന്നിരിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ മുടിയൻ പറയുന്നുണ്ട് അങ്ങോട്ട് പോയേക്കരുത്, അവള് സ്നേഹിക്കാനെന്ന് പറഞ്ഞാൽ നിങ്ങളെ കൊല്ലാനാ, അങ്ങോട്ട് പോയേക്കരുതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജിൻഡോ കുഴപ്പമില്ലാതെ നമ്മൾ അവിടെ പോയി ഇരിക്കുന്നുണ്ട് ജാസ്മിൻ്റെ അടുത്ത്. എന്നിട്ട് ഈ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നോറയൊക്കെ സംസാരിക്കുന്നുണ്ട് അതേക്കുറിച്ച്. അപ്പം നമ്മുടെ ജാസ്മിൻ അവിടെ ജിൻ്റെ പഞ്ഞനം കാണിക്കുന്ന നുള്ളുന്ന എന്തൊക്കെയോ കാട്ടിക്കൂട്ടും. അപ്പം ബിഗ് ബോസ് അവിടെ വാൺ ചെയ്യുന്നുണ്ട്. ഇതേ ജാസ്മിനാണ് കഴിഞ്ഞ ഞായറാഴ്ച ലാലേട്ടൻ എപ്പിസോഡിൽ ജിൻഡോ എന്തോ കാണിച്ചെന്നും പറഞ്ഞ്, അതുപോലെ സിബിനെ എന്തോ കാണിച്ചെന്നും പറഞ്ഞ് അവിടെ പ്രശ്നങ്ങളുണ്ടാക്കി. ഇത് വേറെ ഒന്നല്ല കേട്ടോ, ഞാനൊരു ഫണ്ണിയായിട്ട് പറഞ്ഞതേ ഉള്ളൂ. എനിക്കിത് കണ്ടപ്പം ഒരു കുട്ടിത്തായിട്ടും ഒരു എന്താ പറയണ്ട, ഒരു കുട്ടികളിയായിട്ടും പ്രായത്തിൻ്റെ പക്വതയില്ലായ്മയായിട്ടാണ് എനിക്ക് തോന്നിയത്. വേറെ ഒന്നുമല്ല. ഇത് നമ്മളെ കുറ്റം പറയുന്നല്ല, നമ്മുടെയൊക്കെ പെങ്ങന്മാരൊക്കെ ഉണ്ടല്ലോ വീട്ടിൽ. അപ്പോൾ അവർക്കൊക്കെ ഈ ചെറിയ പ്രായത്തിൻ്റെതായ കുട്ടിത്തര അത്രയായിട്ടുള്ള എനിക്ക് തോന്നിയിട്ടുള്ളൂ. വേറെ ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ജിൻഡോയൊക്കെ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ അവിടെ ഭയങ്കര പ്രശ്നമാണ്. ലാലേട്ടൻ വന്ന് ചോദ്യം ചെയ്യുന്നത്, പിന്നെ നമ്മളെ കൊണ്ട് ഭയങ്കരമായിട്ട് മാനസികമായി തളർത്തുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. അതൊക്കെ അവരുടെ ഗെയിം ആയിരിക്കും, ബിഗ് ബോസിലെ ഗെയിം ആയിരിക്കും. അവരെന്താണോ ഉദ്ദേശിച്ചിരിക്കുന്ന ആ ഗെയിമിലേരിയായിരിക്കും അവർ പറയുന്നത്. അത് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞാൽ കറക്റ്റായിട്ട് അറിയാൻ മേലാത്തതുകൊണ്ട് ഞാൻ അതേക്കുറിച്ച് കൂടുതലൊന്നും പറയും. നമ്മൾ സത്യസന്ധമായി പറയുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ സത്യസന്ധമായി എൻ്റെ ന്യൂസ് കാണുന്നത്. എൻ്റെ എല്ലാ വീഡിയോ കാണുന്നവർക്കും അറിയും. ഇത് ജാസ്മിനെയും കുറ്റം പറഞ്ഞതല്ല കേട്ടോ, ഒരു പ്രായത്തിൻ്റെ പക്വതയിലും അങ്ങനെ ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ പറയുമ്പോഴൊക്കെ പലപ്പോഴും ഞാൻ കാണുന്നൊരു ഇതാണ്, നമ്മുടെ ഇപ്പം ജാസ്മിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും മുഖം കൊണ്ട് കാണിക്കായിരിക്കും. മുഖം വെച്ച് എന്തെങ്കിലും നമ്മളൊന്ന് ശ്രദ്ധിച്ചറിയാം. എന്തെങ്കിലുമൊക്കെ ഒരു മുഖം വെച്ച് എതിരായിട്ട് നമ്മൾ സംസാരിച്ച് കഴിഞ്ഞാൽ പറയുന്നുണ്ട്. അത് നിങ്ങളൊക്കെ എത്ര പേര് ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ അവസാനിക്കുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ കമൻറ്റുകൾ നിങ്ങൾ രേഖപ്പെടുത്തുക. താങ്ക് യു, ബൈ.